ഹായ് ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. ഈ കാണുന്നതാണ് ബിയ്യം കായൽ. ഒരുപാട് വെള്ളം, നല്ല വെള്ളമുണ്ട്. ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് വെള്ളം. ഇത് തൊട്ട് ഇങ്ങനെ ഒരുപാട് വെള്ളം ഉണ്ട്. ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം ഇത്ര ദൂരം. ഇത് ഈ സ്ഥലമുള്ളത് പൊന്നാനി ഇന്ന് പുളിക്കക്കടവ് ആ ഭാഗത്താണ് ബിയ്യം കായൽ. മേലെ തൂക്കുപാലം, കാണുന്നത് ആ തൂക്കുപാലം. ആൾക്കാർ അതിൻ്റെ മേലെ കൂടെയൊക്കെ പോകുന്നുണ്ട്. എത്രയോ ദൂരം. ഇന്ന് നല്ല ആളുണ്ട് കേട്ടോ, നല്ല ആളുണ്ട് ഇന്ന്. നല്ല തിരക്കുണ്ടെന്ന് അവിടെ. ഇതാണ് തൂക്കുപാലത്തിൽ നിന്ന് ഇന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തൂക്കുപാലത്തിന് മേലെ ഒന്ന് കയറി നോക്കാം, എങ്ങനെ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. അത്യാവശ്യം ഉയരത്തിലാണുള്ളത്. മേലെ കയറി അങ്ങനെ സ്റ്റെപ്പ് നേരെ പാലത്തിൻ്റെ മേലെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കുണ്ട്. ജർക്കിങ് ഒക്കെ പോലെയാണ് തൂക്കുപാലം എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പം അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെയാണ് വള്ളംകളി, ഓണത്തിനൊക്കെ വള്ളംകളി നടക്കുന്ന ഏരിയയാണിത്. ഇവിടെയാണ് വള്ളംകളി നടക്കാറുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ, വന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വരലുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ ഈ പരിസരത്ത് വന്നിട്ട് കാണാനിരുന്നിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത്. പാലത്തിന് കുറച്ച് ആൾക്കാർ കുറവുണ്ട്, കാരണം വീതി കുറച്ച് കുറവാണ്. 2 ആൾ നടക്കുമ്പോൾ തിരിച്ചിട്ട് ഇങ്ങനെ നടക്കാനുള്ള സൗകര്യം കുറവുണ്ട്. നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് നടക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഇതായിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് ഇപ്പം താഴത്തേക്ക് ഇറക്കുകയാണത്. അതോടെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരുമ്പോൾ
ആ താഴെയുള്ള ഭാഗമാണ് കാണുന്നത്. താഴെയുള്ള ഭാഗം കറക്റ്റ് അവിടെ നിന്നുകൊണ്ട് അത്ര ലാസ്റ്റ് വരെ കാണുന്നുണ്ട്. അപ്പോൾ താഴെ എത്തി, സ്റ്റെപ്പ് ഇറങ്ങി താഴെ. അപ്പോൾ നമ്മളാ മേലെ നിന്ന് കണ്ട ഭാഗമാണത്. അങ്ങനെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഓരോന്ന് മേടിച്ച് തിന്നുന്നുണ്ട്, ഓരോ അങ്ങനെ കഥ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ഓരോ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുണ്ടാകുമ്പോഴത്തേന് ആൾ ഇങ്ങനെ കൂടി വരും. അവിടെ ചായക്കട ഉണ്ട്, അവിടെ നല്ല തിരക്കാണ്. ചായക്കടയിൽ നല്ല തിരക്കാണ്, നല്ല കച്ചവടമുള്ള അതാണ്. ഒരു കട തന്നെ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ടൈം പാസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നിട്ടൊക്കെ ടൈം പാസ് ചെയ്യുക. അതിന് പറ്റിയൊരു ഭാഗമാണിത്. നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റാണിത്. കാണുന്നതാണ് വള്ളംകളി ഉള്ള സമയത്തൊക്കെ, വള്ളംകളി ടൈമിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയ സംഭവമാണത്. പക്ഷെ ഇപ്പം അതൊക്കെ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ റീവർക്കൊന്നും നടന്നിട്ടില്ല. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് കയറാനൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കയറാനൊന്നും പറ്റില്ല അതിൽ. ഇപ്പോൾ വള്ളംകളിയൊക്കെ നടക്കുന്ന സമയത്ത് താൽക്കാലിക വേറെ സെറ്റ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അവിടെ വള്ളംകളി നടക്കാറ്. മെല്ലെ ഒന്ന് കയറി നോക്കി, അതിൻ്റെ ആകെ പൊളിഞ്ഞ് കിടക്കുകയാണത്. ആകെ ഇതിൻ്റെ അവസ്ഥയിലാണുള്ളത്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, മുനിസിപ്പാലിറ്റിക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. 4-5 സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്ന ഏരിയയാണിത്. ഇപ്പോൾ സ്പീഡ് ബോട്ടും ഇല്ല, ഒരു വാങ്ങാതില്ല. ഇപ്പം ആകെ ഇതായി കിടക്കണം, ആകെ ഒരവസ്ഥയിലാണത്. കുറേ കുട്ടികൾ ചൂണ്ടലൊക്കെ ഇടുന്നുണ്ട് അവിടെ. അതായത് ടിക്കറ്റ് കൗണ്ടറാണ് ആ കാണുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒക്കെ മൊത്തത്തിൽ ആകെ ഇതായിട്ട് കിടക്കുകയാണത്. ഇപ്പോൾ ഒരു വികസനങ്ങളൊന്നുമില്ല. അങ്ങനെ ആ സമയത്ത് വള്ളംകളി സമയത്ത് എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ചിങ്ങനെ പോയി അവിടെയൊക്കെ ആ പരിസരമൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ വന്നു. ആ ബാക്കിൽ ഇരിക്കാനുള്ള സൗകര്യം, ടൂറിസ്റ്റുകളൊക്കെ വന്നാൽ ഇരിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം